കൊൽക്കത്തയിൽ വനിതാ ജൂനിയർ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ നാളെ രാജ്യവ്യാപക പ്രതിഷേധം പ്രഖ്യാപിച്ച് റെസിഡന്റ് ഡോക്ടേഴ്സ്. ആശുപത്രി ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള 3 നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ IMA മുന്നോട്ട് വെച്ച സമയപരിധി നാളെ അവസാനിക്കും. സംഭവം നടന്ന RG കർ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിനെതിരെ സർക്കാർ നടപടിയെടുത്തു. പ്രതി സഞ്ജയ് റോയിയെ 14 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. കൊൽക്കത്തയിലെ RG കർ മെഡിക്കൽ കോളേജിൽ ഡ്യൂട്ടിക്കിടെ ജൂനിയർ ഡോക്ടർ ക്രൂര ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യവ്യാപക പ്രതിഷേധങ്ങൾ ഉയരുന്നതിനിടെ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സഞ്ജയ് വസിഷ്ഠയെ നീക്കി ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കി. ഡീന് പകരം ചുമതല നൽകി. ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നത് അടക്കമുള്ള 3 ആവശ്യങ്ങളിൽ നടപടിയെടുക്കാൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നൽകിയ സമയപരിധി നാളെ അവസാനിക്കും. നാളെ മുതൽ രാജ്യവ്യാപകമായി സേവനങ്ങൾ തടസ്സപ്പെടുത്തി പ്രതിഷേധിക്കുമെന്ന് റെസിഡന്റ് ഡോക്ടർമാരുടെ സംഘടനയായ ഫോർഡ പ്രഖ്യാപിച്ചു. കേസ് CBI അന്വേഷിക്കണമെന്നും പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം തുടരുകയാണ്. വെള്ളിയാഴ്ച രാവിലെയാണ് RG കർ മെഡിക്കൽ കോളേജിന്റെ 4ാം നിലയിലുള്ള സെമിനാർ ഹാളിൽ ക്രൂരമായി ബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയ നിലയിൽ ജൂനിയർ ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തിയത്. കണ്ണുകളടക്കം ശരീരമാസകലം മുറിവേറ്റ നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടത്. സംഭവത്തിൽ സഞ്ജയ് റോയ് എന്ന സിവിക് പോലീസ് വളണ്ടിയറെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളെ കോടതി 14 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ മൃതദേഹത്തിന് സമീപത്തു നിന്നും കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. 24 ഡൽഹി.